എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അങ്ങ് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വർദ്ധിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആശാ വർക്കർമാർക്ക് മാന്യമായ ഓണറേറിയം കൊടുക്കാൻ കഴിയാത്തത്. അപ്പോഴും സമരം ചെയ്യാൻ, അപ്പോഴും പണിമുടക്കാനുള്ള അവകാശം ആശാ വർക്കർമാർക്കുണ്ടല്ലോ അല്ലേ? അങ്ങനെ പണിമുടക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു, അവർ സമരത്തിലാണ്. ആ സമയത്ത് ഈ പരിശീലന പരിപാടി സംഘടിപ്പിക്കുക എന്നത് ആ സമരം പൊളിക്കാനുള്ള തന്ത്രമല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമല്ല. ഇത് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രെയിനിങ് ആണ്. സംശയമൊന്നുമില്ലല്ലേ? പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാത്ത സമരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും അവരുടെ ജോലി സുരക്ഷയിലോ ഇതിൽ പിരിച്ചുവിടൽ അടക്കമുള്ള ഭീഷണിയിലോ അവർ പേടിക്കേണ്ടതില്ല എന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റുമോ? ഉത്തരം പറ. അങ്ങനെ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഉറപ്പ് കൊടുത്ത ഒരു സാഹചര്യം താങ്കൾക്ക് ഇങ്ങോട്ട് കാണിക്കാൻ പറ്റുമോ? ആ സമരത്തിന് ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങളെ നേരിടാനുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പോടെയാണ് സമരത്തിനിറങ്ങുക. അപ്പോ അത്തരത്തിലുള്ള ത്യാഗവും മറ്റു കഴിഞ്ഞിട്ടാണല്ലോ സമരത്തിന്റെ ഒരു റിസൾട്ട് വരിക. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കേന്ദ്ര ഗവൺമെന്റ് പണിമുടക്കിയതിന്റെ പേരിൽ, സമരത്തിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടാൽ കുത്തിവെക്കാൻ അവർക്കൊരു കൊടിയില്ല എന്നുള്ളത് കൊണ്ട്, രാഷ്ട്രീയ പിന്തുണ ഇല്ല എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ അതങ്ങ് സഹിച്ചോണം എന്നാണോ? സമരം നടക്കുന്നവർക്ക് സമരം നടത്താം, ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, അഥവാ ആബ്സെന്റ് ആകുന്നവർക്ക് ആബ്സെന്റ് ആകാം. ഡോക്ടർ ജിൻഡോ ജോൺ, കൃത്യമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടി ഉണ്ടാകും എന്നതു തന്നെയാണ്. അല്ല മാധു, ഇത്രയും പറഞ്ഞു തീർത്തതിന് ശേഷം അദ്ദേഹം കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സർക്കാരാണെന്നും താങ്കൾ ഇടതുപക്ഷമാണെന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾക്ക് ഇത് കേട്ട് ചിരിക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? സംസ്ഥാനത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല ഇവർ ഉന്നയിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെങ്ങനെയാ പ്രകടന പത്രിക പ്രകാരം 700 രൂപയെങ്കിലും ആക്കി കൊടുക്കും എന്നുള്ള രീതിയിൽ ഇവർ പ്രഖ്യാപിച്ചത്? അങ്ങനെ ഈ ആശാ വർക്കർമാരെ പറഞ്ഞു പറ്റിച്ചില്ലേ? 2014 ഈ സംസ്ഥാനത്തിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെന്ന് CPM-ന് ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് എളമരം കരീം അന്നത്തെ നിയമസഭയിൽ പ്രസംഗിച്ചത് ഇവരുടെ മിനിമം വേതനം 10,000 ആക്കണമെന്ന്? യാതൊരു പഠനവും നടത്താതെ ആണോ ആ പ്രഖ്യാപനവും ആവശ്യമൊക്കെ ഉന്നയിച്ചത്? ഇനി അടുത്തത് താങ്കൾ പറഞ്ഞ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്തത് കേന്ദ്രം ശ്രമിക്കാത്തത് കൊണ്ടാണെന്നാ. കേന്ദ്രം ശ്രമിച്ചിട്ടാണോ ഹരിയാനയിൽ, തെലങ്കാനയിൽ, ആന്ധ്രയിൽ, കർണാടകയിൽ അല്ലെങ്കിൽ സിക്കിമിലൊക്കെ ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് പറ്റിയത്? അപ്പോ നിങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ സർക്കുലർ ഇറക്കി ഭീഷണിപ്പെടുത്തുന്നു. സമരം ചെയ്യുന്നവർ പെരുമഴയത്ത് നിൽക്കുമ്പോൾ അവർ മഴ നനയാതെ വലിച്ചു കെട്ടിയ ടാർപോളിൻ ഷീറ്റ് വലിച്ച് കീറിക്കളയുന്നു. അരുൺകുമാർ, ഈ സാമാന്യ ബോധമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരൊന്ന് തെറ്റിദ്ധരിക്കേണ്ട. മാർച്ച് 31 ഈ പറഞ്ഞ സ്കീം പ്രകാരമുള്ള പണികൾ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് മാർച്ച് 17 തീയതി നിങ്ങൾ ട്രെയിനിങ് നടത്തുന്നു. ഈ ട്രെയിനിങ് കഴിഞ്ഞ ആശാ വർക്കർമാർ പിന്നെ 14 ദിവസം കൊണ്ട് മുഴുവൻ പണികളും തീർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? നിങ്ങൾ ഈ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്, അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പാടില്ലേ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. ഇവർ ഇപ്പോഴും പറയുന്നത് അങ്ങനെ സംസ്ഥാന സർക്കാരിന് കൂട്ടാൻ പറ്റാത്തതാണെന്നാ. അങ്ങനെ 1000-ൽ നിന്ന് 7000 ആക്കാൻ പാടില്ലായിരുന്നു. KV തോമസിന്റെ യാത്രാപത്ത കൂട്ടാനായിട്ട് സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലേ? കേരളത്തിൽ ഒരൊറ്റ കേസ് പോലും നേരാവണ്ണം വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം 10,000-കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രശ്നവും ബാധകമല്ലല്ലോ. PSC മെമ്പർമാർക്ക് 7,500 രൂപ പ്രതിദിന കൂലിയുള്ള ആളുകൾക്ക് അത് 13,000 ആക്കി വർദ്ധിപ്പിക്കാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലല്ലോ. അപ്പൊ ഇവിടുത്തെ മന്ത്രിമാർക്ക് 35,000 രൂപയുടെ കണ്ണട തോർത്തൊക്കെ മേടിക്കാൻ പറ്റും. അപ്പൊ അതിനൊന്നും സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ല. ഇപ്പൊ അരുൺകുമാർ പറഞ്ഞതുപോലെ മാർച്ച് 31 എല്ലാ ജോലിയും തീർത്ത് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്വം തലയിൽ പേർന്ന ആശാ വർക്കർമാരുടെ 232 രൂപയിൽ നിന്ന് അത് 700-500 ഒക്കെ ആക്കി കൂട്ടിക്കൊടുക്കുന്നതിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാകും. അതാണ് ഇവിടുത്തെ പ്രശ്നം. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ അരുൺകുമാർ, ഈ കേന്ദ്രം വിഹിതം പൂർണ്ണമായും നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം JP നദ്ദ പാർലമെന്റിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രം പറയുന്ന കാര്യം കള്ളമാണ് എന്നൊരു വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഇവിടെ ആദ്യം കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ചില വാചകമുണ്ട്. രാത്രി വന്ന് ടാർപ്പളിൻ അയച്ചു മാറ്റി ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് സത്യമല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു സെക്രട്ടേറിയറ്റ് മുമ്പിൽ പന്തൽ പാടില്ല. ശശിയെ
എന്നാണ് ഈ പറയുന്നത്? ട്രെയിനിങ് ഇപ്പൊ നടത്തിയില്ലെങ്കിൽ എന്താണ് കേന്ദ്രം? ഹൈക്കോടതി പാതയടച്ച സമരപ്പന്തലോ സമ്മേളന പന്തലോ ഒക്കെ കെട്ടരുതെന്ന് കൂടി ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. നമ്മൾ അതൊക്കെ കൃത്യമായി കേൾക്കാറോ അനുസരിക്കാറോ ഒക്കെ ഉണ്ടല്ലേ? രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ജില്ല മുഴുവൻ സ്തംഭിപ്പിച്ചു. എന്തേ ഹൈക്കോടതി അത് കാണാതെ പോയത്? സർക്കാരും പോലീസും അല്ലേ? എന്തുകൊണ്ടാണ് ഈ ആശാവർക്കർമാരുടെ സമരം പൊളിച്ചതുപോലെ നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ആചാരത്തിന്റെ കാര്യത്തിൽ ഒന്ന് പോയി തൊടാതിരുന്നത്? ചോദിക്കാനും പറയാൻ ആളുണ്ടാവും എല്ലാവരും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ലല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ അനുവാദം വേണം. അത് കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെയും അനുവാദം ഉണ്ടെങ്കിൽ നടത്താൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ പോളിസി. ആ പോളിസി നിയമസഭയിൽ ബില്ലാക്കി സമ്മേളന പന്തല കിട്ടിയത്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. മധു, ഇത് ഞായറാഴ്ച നിങ്ങളുടെ ഈ 1 മണിക്കൂർ ചർച്ചയിൽ വന്നിരിക്കുന്നതേ ഈ 5 പേർക്ക് അലോട്ട് ചെയ്യുന്നതിൽ ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 6 മിനിറ്റെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ലാതെ വേറെ പ്രത്യേക അസുഖമുള്ളതുകൊണ്ടല്ല. ഞാൻ ഒരു വാചകം പറയുമ്പോഴേക്കും ഇടപെടുന്ന ഈ മര്യാദകേട് കാണിക്കരുത്. തുടർച്ച ഇടപെട്ടു എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷേ ഇവിടെ ചിലത് കാണുകയും ചിലത് കാണാതെ പോകുകയും ചെയ്ത കോടതി നടപടിയാണ് ഞാൻ വിമർശിച്ചത്. അത് ഇനിയും വിമർശിക്കാനുള്ള ആവേശവും ചങ്കുറ്റവും അറിവും എനിക്ക് ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ ആർജവം എനിക്കും ഉണ്ടാവണ്ടേ? നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. ഇല്ലില്ല, സർക്കാർ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നയം അഫിഡവിറ്റ് മൂലം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും വ്യക്തമാക്കും. ഇനി ആ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തും. ഇത്തരത്തിൽ പ്രതിഷേധവും അനുഷ്ഠാനവും ഒക്കെ നടത്താനുള്ള അവകാശം സംരക്ഷിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇവിടെ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഇച്ഛാശക്തിയിൽ അവർ പെടില്ലേ? 100 മാറ്റി ഒരു പ്രഖ്യാപനം നടത്തി. ആ ഇച്ഛാശക്തിയിൽ അവർ പെടില്ലേ? നിങ്ങളെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അല്ല മിസ്റ്റർ, അല്ല, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ ഒരു സൈഡ് മാത്രം കാണുന്നു, ഒരു കണ്ണുകൊണ്ട് മാത്രം കാണുന്നു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി ഓരോരുത്തരെ വിളിച്ചു വരുത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ ചില ഡയറക്ഷൻസ് ഉണ്ട്. അത് ഗവൺമെന്റ് നടപ്പാക്കിയേ പറ്റൂ. അതാണ് പറഞ്ഞത്. അത് പോസിറ്റീവായിട്ട് കാണുക. എന്തെങ്കിലും ഇടതുപക്ഷ വിരുദ്ധത വെച്ചിട്ട് സംസാരിക്കല്ലേ? നിങ്ങൾ പറയുന്ന കാര്യം മാത്രം ഞാൻ പോസിറ്റീവായിട്ട് കാണാം. നിങ്ങൾ പറയുന്നത് എല്ലാം പോസിറ്റീവ്, മറ്റുള്ളവർ പറയുന്നതൊക്കെ നെഗറ്റീവ്. നിങ്ങൾ പറയുന്നത് മുഴുവൻ കേരളവും ഈ പോസിറ്റിവിറ്റിയും എല്ലാം നിങ്ങൾക്ക് കുത്തകയാണല്ലോ. മറ്റുള്ള ചോദ്യങ്ങളൊക്കെ നെഗറ്റീവ്. എന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കലെന്നുണ്ടല്ലോ. മറ്റാരോടും ഇടപെടാൻ തോന്നില്ല. CPM-ന്റെ പ്രതിനിധി ഒരു വാചകം പറയുമ്പോഴും നിങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടേയിരിക്കണം. അത് നിങ്ങളുടെ തൊഴിലാക്കി മാറ്റി. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ബാധ്യതയോ ആർക്കും വേണ്ടി സംസാരിക്കേണ്ട ബാധ്യതയോ എനിക്കില്ല. അരുൺ, എന്താ ഇത്ര ക്ഷമയില്ലാത്തത്? ഈ മാധു എന്ന് പറയുന്ന അവതാരികയ്ക്ക് ഇത്ര ക്ഷമയില്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? എന്റെ പേരെടുത്ത് വിളിച്ച് എന്തുകൊണ്ടാണ് ക്ഷമയില്ലാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങ് അരമണിക്കൂർ പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാൻ നിവൃത്തിയില്ല. ചർച്ചയ്ക്ക് ഒരു വ്യക്തി അരമണിക്കൂർ പ്രസംഗിക്കാൻ എനിക്ക് മാതൃഭൂമി വരണ്ട. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരല്ല. ഇപ്പോ ഒരു സർക്കാരിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത് പോലെ ഓരോ കാര്യത്തിനും ആ ചോദ്യം തിരിച്ചു പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ ഭരണമില്ലാത്തവർക്കോ അധികാരത്തിലില്ലാത്തവരോട് ചോദിക്കേണ്ടി വരില്ല. KP റോസമ്മ, അന്ന് ഞങ്ങൾക്ക് വെറും 3 ഭാഗം ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമുള്ള ജോലിക്ക് ഞങ്ങൾക്ക് പോകാം. ടൈം പാസിന് വേണ്ടി ഞങ്ങൾക്ക് ഒന്ന് കറങ്ങിയാൽ തീരാവുന്ന സമയം മതിയായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് 45-ലധികം ജോലിയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ രാത്രി 12:30-1 മണിക്ക് പോലും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യേണ്ട ഗതികേടില്ല. ഞങ്ങൾക്കൊരു തിരുവോണമില്ല, ക്രിസ്മസ് ഇല്ല, ഈസ്റ്റർ ഇല്ല, ഞായറില്ല, സെക്കൻഡ് സാറ്റർഡേ ഇല്ല. ഒരു അവധി ദിവസങ്ങളും ഇല്ലാതെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? ഡോക്ടർ ജിൻഡോ ജോൺ, പിന്നെ തുടങ്ങിയേക്കാം. സർവ്വ മേഖലയിലും കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ജീവിക്കാൻ ഗതിയില്ലാതെ 232 രൂപ ദിവസവേതനം മേടിക്കുന്ന ആളുകൾ അവരെ കൂലി ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല, ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന്. സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളം ഇത്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ പേരെന്തായിരുന്നു? സൂര്യോദയ ബഡ്ജറ്റ്. സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളത്തിൽ ഇന്ന് അമാവാസിയാണ് ആശാവർക്കർമാർക്ക്. അതിന്റെ ഉത്തരവാദിത്തം ഈ സർക്കാരിനാണ്.
കേന്ദ്ര സർക്കാരുമായിട്ട് ചോദിച്ചു വാങ്ങണമെന്ന്. പിന്നെ എന്തിനാ അരുൺകുമാർ ഈ കെ വി തോമസിനെ ഡൽഹി കൊണ്ടുപോയി പ്രതീക്ഷിച്ചിരിക്കുന്നത്? എന്തിനാ ഈ അധിക വേതനം കൊടുത്ത് അധിക യാത്രാപത്ത കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്? അവിടെ പോയി പുട്ടും കടലയും തിന്നാൻ വേണ്ടിട്ടോ? കഴിഞ്ഞ ഡൽഹിയിൽ നടന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ആശാ വർക്കർമാരുടെ പ്രശ്നം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉന്നയിച്ചോ? അല്ലെങ്കിൽ കെ വി തോമസ് ഉന്നയിച്ചോ? ഇത്ര സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആ നവകേരള ബസ് ഒന്ന് കൊണ്ടുപോയി ഏതെങ്കിലും മ്യൂസിയത്തിൽ വെച്ച് പണം ആർജിക്കുന്നേ. ഇവരുടെ പ്രശ്നം പരിഹരിക്കും. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ സൗജന്യമൊന്നും വേണ്ട. താങ്കൾ ആങ്കർ എന്നുള്ള രൂപത്തിൽ സമയം അനുവദിക്കുകയും മതി. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. അങ്ങ് എന്തിനാണ് ഇങ്ങനെ കൃത്യമായി എന്നെ ലക്ഷ്യം വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ പറയുന്നതിനിടയ്ക്ക് അങ്ങ് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനൊരു മാന്യത എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് അനുമതി ചോദിച്ചാ അതൊരു രീതിയല്ലേ? നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാം. ഞാൻ ചോദിച്ചത് ഇങ്ങനെ നുണ തന്നെ പറഞ്ഞു പോകുമ്പോ ഒരു സമയം ഞാൻ ചോദിച്ച് തരാനുള്ള മര്യാദ അരുൺകുമാർ എത്രയോ നുണ പറഞ്ഞു. ഞാൻ അതിനൊന്നും കണ്ടി. ഞാൻ എന്റെ പോയിന്റ് പറയാനാ. എന്നെ ദയവ് ചെയ്ത് എന്റെ പോയിന്റ് പറയാൻ അനുവദിക്കൂ. ഒരു മര്യാദ വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതി വിധി ഉള്ളത് കൊണ്ടാണ് ആ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കീറിയെന്ന് പറയാം. ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് നിങ്ങൾ റോട്ടിന് സമ്മേളനം നടത്തിയില്ലേ? ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് നിങ്ങൾ എത്രയോ പരിപാടികൾ നടത്തുന്നു. ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മതിൽക്കെട്ടിനകത്ത് നിങ്ങൾ ഫ്ലെക്സ് ബോർഡ് വെച്ചില്ലേ നിങ്ങളുടെ സർവീസ് സംഘടനകൾ? എന്താ ഉറക്കം വരുന്നു. ശ്രീ ഉല്ലാസ് ബാബു, ഇതിപ്പോ പാർലമെന്റിൽ അടക്കം പറഞ്ഞ കണക്കുകൾക്കപ്പുറത്ത് സംസ്ഥാനത്തിന് പറയാനുള്ള കണക്കുകൾ അരുൺകുമാർ എണ്ണി പറയുന്നുണ്ടായിരുന്നു. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുള്ളപ്പോൾ 169 കോടി രൂപയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് പറ്റിക്കുകയാണോ? അല്ലെ, അരുൺകുമാറിന്റെ തുടക്കമുള്ള ശൈലി നിങ്ങൾ കണ്ടില്ലേ? ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് കേൾക്കാം, ഉമ്മത്തങ്കായ എന്ന് മറുപടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട എല്ലാ പദ്ധതികളും കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ടെന്നേ. അത് വഴിമാറ്റി ചെലവഴിച്ച് നശിപ്പിക്കുന്നതിന്റെ ഒരു ഈറ്റില്ലമായിട്ട് കേരളത്തിന്റെ സർക്കാർ മാറി. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ എന്നുള്ളത് വീട്ടിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചാണോ? നീ സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചിരുന്നോ? വൃത്തികേട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വക മാറ്റി ചെലവഴിച്ച വ്യക്തിയുടെ പേരാണ് വീണ ജോർജ്, മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ, നശിച്ച സർക്കാരിന്റെ സർക്കാർ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.